എല്ലാ മാന്യ സ്നേഹിതർക്കും സ്നേഹവന്ദനങ്ങൾ. കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ TPM എന്ന സഭയെക്കുറിച്ച് ചെയ്തിരുന്നു. അതിന് ഒരുപാട് പ്രതികരണങ്ങളും ഉണ്ടായി. പലരും എന്നെ വാട്സാപ്പിൽ വിളിച്ച് സംസാരിച്ചിരുന്നു. ഞാൻ ഇസ്ലാമിനെതിരെ സംസാരിച്ചപ്പോഴും കാത്തലിക്കിനെതിരെ സംസാരിച്ചപ്പോഴും ഉണ്ടായ അത്ര തന്നെ ശക്തമായ പ്രതികരണങ്ങൾ TPMനെതിരെ സംസാരിച്ചപ്പോഴും ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെനിക്ക് ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കുറിക്ക് കൊണ്ടുപോയി എന്നെനിക്ക് വ്യക്തമായി. ഞാൻ ഇന്ന് രാവിലെ യൂട്യൂബ് എടുത്തിട്ട് കമന്റ്സ് വെറുതെ ഒന്ന് നോക്കുമ്പോൾ ആദ്യത്തെ ഒരു 3-4 കമന്റ് കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി വളരെ ശക്തമായ പ്രതിഷേധങ്ങളും ഒച്ചപ്പാടുകളും ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്കത് നോക്കാനുള്ള സമയം കിട്ടിയില്ല. അപ്പോ അതൊരു നല്ല കാര്യമായി ഞാൻ മനസ്സിലാക്കി. എന്നെ വിളിച്ച് സംസാരിച്ചതിൽ 1-2 പേര് പറഞ്ഞത്, ഇങ്ങനെ സഭയ്ക്കെതിരെ സംസാരിച്ചാൽ ദൈവകോപമുണ്ടാകും. ഇതൊക്കെ വെറുതെ തെറ്റായ ഉമ്മാക്കികളാണ്. ഇതൊക്കെ നിങ്ങൾ മറ്റാരോടെങ്കിലും പറഞ്ഞാൽ മതി. ഞാനിനി ഈ ദിവസങ്ങളിൽ അങ്ങ് മരിച്ചു പോയാലും അത് TPMന് വിരോധമായി പറഞ്ഞത് കൊണ്ടൊന്നുമല്ല. അങ്ങനെയൊന്നും ആരും മരിക്കത്തൊന്നുമില്ല. അങ്ങനെയൊന്നും ആരും വിചാരിക്കുകയും വേണ്ട. ഒരു സഭയ്ക്കെതിരെ പറഞ്ഞാൽ മരിച്ചു പോകും, ദൈവത്തെ സംസാരിച്ചാൽ മരിച്ചു പോകും, അങ്ങനൊന്നും ആരും പറഞ്ഞ് കേമനാകാനൊന്നും ശ്രമിക്കണ്ട. അങ്ങനൊന്നുമുള്ള കഥകളില്ല. അതൊക്കെ ഉമ്മാക്കി കഥകളാണ്. അതൊക്കെ 4ആയിട്ട് മടക്കി പോക്കറ്റിട്ടിരുന്നാൽ മതി. അതൊന്നും ചെലവാക്കാൻ ശ്രമിക്കണ്ട. വിശുദ്ധ വേദ പുസ്തകത്തിൽ പറയുന്ന ഉപദേശങ്ങൾ അനുസരിച്ച് TPM ചർച്ചിന് എത്ര പ്രാധാന്യം കൊടുക്കാം അത്രയും പ്രാധാന്യം കൊടുത്താൽ മതി. അതിന്റെ അപ്പുറം കയറിയുള്ള പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമുക്കറിയാം കാത്തലിക്സ് മറിയത്തിന് കൊടുക്കുന്ന പ്രാധാന്യം വല്ലാത്ത പ്രാധാന്യമാണ്. തിരുവഴുത്തിൽ ആരും കൊടുത്തിട്ടില്ലാത്ത അത്ര പ്രാധാന്യം അവർ മറിയത്തിന് കൊടുത്തുകൊണ്ട് അവരെന്തോ കേമന്മാരാണെന്ന് വരുത്തി തീർത്ത് പിശാചിന്റെ ദൗത്യം നിറവേറ്റുകയാണ്. ഇത് തന്നെയാണ് TPMകാരും ചെയ്തത്. ഞാൻ 3 സംവിധാനങ്ങളെ കുറിച്ച് പറഞ്ഞു. ശ്രദ്ധിക്കുക. ഒന്ന്, ഇസ്ലാം. അത് ശരിക്കും ആന്റി ക്രിസ്ത്യനാണ്. ക്രിസ്തുവിൽ നിന്ന് ശരിക്കും വിരോധിയായ ഒരു സാധനം. അത് ഏറെക്കുറെ അതിനെ കണ്ടാൽ തന്നെ ആൾക്കാർക്ക് ബോധ്യമാവും. അപ്പോഴും അവര് പറയുന്നത് ഈസാ നബി ഞങ്ങൾക്ക് ഉണ്ടെന്നാണ്. ഒരിക്കലുമില്ല. രണ്ടാമത്തെ ഗ്രൂപ്പ് കാത്തലിക്കാണ്. കാത്തലിക് ക്രൈസ്തവരെന്ന മട്ടിന് നിൽക്കുന്ന, ക്രിസ്തുവുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു ഗ്രൂപ്പാണ്. മൂന്നാമത് നമ്മൾ പരിചയപ്പെടുത്തിയതാണ് TPM. TPM ക്രിസ്തുവുമായി ബന്ധമുള്ള ഒരു സംഘടന തന്നെയാണ്. അവർ വിശ്വസിക്കുന്നത് യേശു ക്രിസ്തുവിൽ തന്നെയാണ്. അവർ പ്രസംഗിക്കുന്നത് നിത്യജീവൻ തന്നെയാണ്. അവരുടെ സ്നാനം വചനപ്രകാരമുള്ളത് തന്നെയാണ്. അവരുടെ ഉപദേശങ്ങൾ ഏറെക്കുറെ വചനപ്രകാരമുള്ളത് തന്നെയാണ്. പക്ഷേ അവരാണ് കേമന്മാരെന്നും ആ ഒരു സംഘടനയാണ് ദൈവത്തിന്റെ മണവാട്ടി എന്നും വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ പറയുന്ന സ്ത്രീ പ്രസവിക്കുന്ന ആൺകുട്ടീസ് അവരാണെന്നും ഒക്കെ പറയുന്ന ഒരു ഘട്ടത്തിലെത്തുമ്പോഴാണ് നമ്മൾ അതിനെ വിചിന്തനം ചെയ്യേണ്ടതായി വരുന്നത്. TPMനെ വിരോധിക്കല്ല കേട്ടോ, അതിനെ വിചിന്തനം ചെയ്യണം. അപ്പോൾ ശരിക്കും നമ്മൾ വചനം വച്ച് പഠിക്കുമ്പോൾ TPMന്റെ ഉപദേശങ്ങളുടെ നല്ലൊരു പങ്ക് വചനപ്രകാരമുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ചില പഠിപ്പിക്കലുകൾ വചനത്തിൽ ഇല്ലാത്തതാണെന്ന് അൺബിബ്ലിക്കൽ, ആന്റി ബിബ്ലിക്കൽ എന്ന് പറയുന്നതിനേക്കാൾ അൺബിബ്ലിക്കൽ ആണെന്ന് ഉറപ്പാണ്. എന്നാൽ റോമൻ കാത്തലിക്കിലേക്ക് വരുമ്പോൾ അവരെ നമുക്ക് അൺബിബ്ലിക്കൽ എന്ന് പറയാനൊക്കില്ല. അവർ ആന്റി ബിബ്ലിക്കലാണ്. വചനത്തിന് വിരുദ്ധമാണ്. അവരുടെ പഠിപ്പിക്കലുകളും അവരുടെ ജീവിത ശൈലിയും അവരുടെ ഉപദേശങ്ങളും അവരുടെ ആചാരങ്ങളും എല്ലാം വചനവിരുദ്ധമാണ്. എന്നാൽ ഇസ്ലാമിനെ എടുത്താൽ ഇസ്ലാം ശരിക്കും പൈശാചികമാണ്. അത് നമ്മൾ ശരിക്കും കൃത്യമായി തിരിച്ചറിയണം. അതുകൊണ്ട് വചനവിരുദ്ധം എന്നത് പൈശാചികമല്ലെന്ന് അർത്ഥം വരുന്നില്ല. കാത്തലിക്കും
അത് തന്നെയാണ്, അതിനകത്ത് വേറെ വ്യത്യാസമൊന്നുമില്ല. അത് നിങ്ങൾ വചനം വെച്ച് പഠിക്കണം, എന്നാലേ അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയും. ഇപ്പൊ വചനം വെച്ച് ശരിക്കും പഠിക്കാതെ എന്തെങ്കിലും വർത്തമാനം പറയുന്നുണ്ട് അർത്ഥമില്ല. ഇനി TPM-കാരിട്ടിരിക്കുന്ന ചില കമന്റ്സ് കൂടി ഒന്ന് വായിച്ചേച്ച് നമുക്ക് മുമ്പിലേക്ക് കടക്കാം. എടോ മനുഷ്യ, നീയൊക്കെ ഏത് ആത്മാവിന് അധീനര? എനിക്ക് തോന്നുന്നു അശുദ്ധാത്മാവിന് അധീനൻ ആണ് എന്ന്. കാരണം ഓരോരുത്തർക്ക് ദൈവം വെളിപ്പെടുത്തിയതുപോലെ അവർ വേല ചെയ്യട്ടെ. നിങ്ങൾ അതിനെ വിമർശിച്ചുകൊണ്ടോ പരിഹസിച്ചത് കൊണ്ടോ ആ വേലയൊന്നും തകരാൻ പോകുന്നില്ല. കാരണം ദൈവത്താൽ നടത്തപ്പെടുന്ന വേലയാണ്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ എഴുത്തുകാരനോട് ചോദിക്കാനുള്ളത്, ഹോളി ക്രൗൺ എന്നൊക്കെയാണ് പറയുന്നത്. സ്വന്തം പേര് പോലും ഇതിനകത്തില്ല. ആ നിലയിൽ ഞാനിത് പറയേണ്ട കാര്യമില്ലെങ്കിലും അയാൾ പറഞ്ഞിരിക്കുന്ന വിവരക്കേടിന് മറുപടി പറയണമല്ലോ. ദൈവം തുടങ്ങിയ വേലയായതുകൊണ്ട് അത് നശിച്ചു പോകത്തില്ല എന്ന് പറയുന്നത് തെറ്റായ പറച്ചിലാണ്. പിശാച് തുടങ്ങിയ ഏത് വേലയാ ഇവിടെ നശിച്ചു പോയിട്ടുള്ളത്? അതൊന്ന് പറ കേക്കട്ടെ. പിശാച് തന്നെത്താൻ തുടങ്ങിയ ഏതെങ്കിലും വേല ഇവിടെ നശിച്ചിട്ടുണ്ടോ? നശിച്ചിട്ടില്ല. അപ്പോ വെറുതെ നാലായിട്ട് മടക്കി പോക്കറ്റ് വെച്ചിരുന്നാൽ മതി. ആ ഗോളൊന്നും ഇങ്ങോട്ട് അടിക്കാൻ ശ്രമിക്കണ്ട. അടുത്ത് അത് നിങ്ങൾ ഈ ചാനലിൽ വന്നിരുന്നവരെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? TPM-ലെ വേലക്കാർ ആരും ഇതിനൊന്നും മറുപടി പറയാൻ ആയിട്ട് ഒരു ചാനലും വന്നിരുന്ന് തർക്കിക്കാനോ വാദിക്കാനോ വരത്തില്ല. നിങ്ങൾ ആരും അവരെ വിളിച്ചു പറഞ്ഞ് നിങ്ങളുടെ ഇമേജ് നിങ്ങൾ നശിപ്പിക്കുകയാണ്. അല്ലാതെ TPM-കാർക്ക് ഒരു ചുക്കും പറ്റാൻ പോകുന്നില്ല. നിങ്ങൾ ആകാശത്തേക്ക് നോക്കി തുപ്പിയാൽ എങ്ങനെ ഇരിക്കും അതുപോലെ ഇരിക്കും നിങ്ങളുടെ അവസ്ഥ. ഇത് അയാളുടെ വിവരക്കേട് പറയുന്നുള്ളൂ, അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. TPM-കാർ ആരും വന്ന് മറുപടി പറയാൻ വേണ്ടി പറഞ്ഞതല്ല. ഒരാൾ വന്ന് പറയുകയാണ് TPM ആണ് ഏറ്റവും മികച്ചത്, ബാക്കിയെല്ലാം മോശമാണ് എന്ന് പറയുമ്പോൾ അതങ്ങനെയല്ല എന്ന് പറയേണ്ടുന്ന സാമാന്യ ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. എന്നെ ഇഷ്ടം പോലെ ആൾക്കാർ വിളിച്ചു, അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്ന് അവർ പറഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. TPM-കാർ തന്നെ ഒരുപാട് പേര് എന്നെ വിളിച്ചു, പുറത്തുള്ളവരും അനേകർ എന്നെ വിളിച്ചു. TPM എന്നതിനൊരു പേര് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇത് മണവാട്ടി സഭ എന്ന ഒരു തെറ്റിദ്ധാരണയാണ്. അതാദ്യം ഉപേക്ഷിക്കുക. റോമൻ കാത്തലിക് അതുപോലെയാണ്. അവര് പറഞ്ഞു വെച്ചിരിക്കുന്നത് അവരാണ് അപ്പോസ്തലിക സഭ. അങ്ങനൊരു സാധനം ഇവിടെ ഇല്ല. അപ്പൊ കൃത്യമായും തിരുവഴുത്തുമായി യാതൊരു ബന്ധമില്ലാത്തതും കർത്താവുമായി യാതൊരു ചുവയില്ലാത്തതുമായ കാര്യങ്ങൾ വരുത്തി വച്ചിട്ട് അവകൾ ആത്മീകമാണെന്ന് ജനത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതെന്താണെന്ന് പറയേണ്ടുന്ന ഉത്തരവാദിത്വം ഉപദേശി എന്ന നിലയിൽ എനിക്കുണ്ട്. ഞാനത് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മറ്റുള്ളവർ ചെയ്യുന്നോ ഇല്ലേ അതെന്റെ ഉത്തരവാദിത്വം എനിക്കറിയേണ്ട കാര്യമില്ല. എനിക്കിത് പറഞ്ഞേ പറ്റൂ. ദാറ്റ്സ് ഓൾ. TPM-നെ നശിപ്പിക്കാൻ ഇവിടെ ആരും പറയുന്നില്ല, അത് നശിപ്പിക്കേണ്ടുന്ന കാര്യവുമില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നു, TPM-ന്റെ ഇന്നത്തെ രീതിയിൽ മുമ്പിലോട്ട് പോയാൽ അധിക നീളം പോവില്ല. അതിന് സംശയമൊന്നും വേണ്ട. 3ഉം 4ഉം വലിയ സഭകൾക്ക് ഒരു ഉപദേശിയേ ഉള്ളൂ. ഇറങ്ങാത്തത് കൊണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇറങ്ങുന്ന ആൾക്കാർ 40-നും 50-നും ഇടയ്ക്ക് കൊല്ലപ്പെടുകയാണ്. മരിക്കുകയാണെന്ന് ഞാൻ പറയത്തില്ല, കൊല്ലപ്പെടുകയാണ്. അത് മരുന്ന് കൊടുക്കാത്തത് കൊണ്ട് തന്നെയാണ്. എന്നെ ഒരാൾ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്, പാസ്റ്ററെ, നിങ്ങള് മരുന്ന് കഴിച്ച് സുഖമാകുമ്പോൾ നിങ്ങളുടെ അടുത്ത് എങ്ങനെ ആൾക്കാർ രോഗസൗഖ്യത്തിന് പ്രാർത്ഥിക്കാൻ വരും? എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വരണ്ട. രോഗസൗഖ്യത്തിലൂടെ 100 കണക്കിന് ആശുപത്രികളുണ്ട്. ആശുപത്രിയിൽ പോയി സുഖമായാൽ മതി. എനിക്ക് പറഞ്ഞു തരാനുള്ളത് നിത്യജീവന്റെ മൊഴികളാണ്. നിത്യജീവന്റെ മൊഴികളാണ് കർത്താവ് തിരുവഴുത്തിൽ മറ്റുള്ളവരോട് പറയാൻ പറഞ്ഞിരിക്കുന്നത്. രോഗികളെ സൗഖ്യമാക്കാൻ പറയുമ്പോൾ കണ്ട എല്ലാ രോഗികളെയും സൗഖ്യമാക്കാൻ കർത്താവ് പറയുന്നില്ല. ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം. വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് മരുന്നെടുക്കാതിരിക്കുന്ന ഒരു ജീവിതമാണെന്ന് ജനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം, ഏറ്റവും വലിയ പരാജയം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ആ കൃപ എന്ന് പറയുന്നത് മരുന്ന് കഴിക്കാതെ ജീവിക്കാൻ കഴിയുന്ന ഒരു കൃപയല്ല. അങ്ങനെയാണെങ്കിൽ ഹിമാലയത്തിലും മറ്റു സ്ഥലങ്ങളിലുമൊക്കെ ആഹാരം പോലും കഴിക്കാതെ ജീവിക്കുന്ന സന്യാസിമാരുണ്ട് എന്ന് നിങ്ങൾ അറിയണം. അതുകൊണ്ട് തെറ്റിദ്ധരിക്കപ്പെടാൻ ദയവായി മെനകെടരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കുവാനുള്ളത്. അടുത്തൊരു മാത്യു ഉമ്മൻ പറഞ്ഞിരിക്കുന്നത്, താങ്കൾ ആരാണെന്ന്
താങ്കളുടെ ഉള്ളിലുള്ളത് പുറത്തു പറഞ്ഞപ്പോൾ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ നിൽക്കുന്ന നിലപാടനുസരിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ കഴിയത്തുള്ളൂ. നിങ്ങൾക്ക് കഴിയാത്ത കാര്യം, അനുഭവമില്ലാത്ത കാര്യം വളരെ കുറച്ച് ശരിയും ബാക്കിയുള്ളത് പൊളിവാക്കുകളുമാണ്. TPM-ലെ വിശ്വാസികളായി നിൽക്കുന്നവരെല്ലാം മണ്ടന്മാരാണെന്ന് താങ്കൾ ധരിക്കേണ്ട. ഞാന് TPM വിശ്വാസികൾ ആരും മണ്ടന്മാരാണെന്ന് ഞാൻ പറഞ്ഞില്ല. TPM വിശ്വാസികൾക്ക് വചനം അറിയില്ല എന്ന് ഞാൻ പറയുന്നതിന് കാരണമുണ്ട്. ഞാൻ ഇഷ്ടംമാതിരി TPM-കാരുമായി സംസാരിക്കുന്നയാളാണ്, ശുശ്രൂഷകരുമായും സംസാരിക്കുന്നയാളാണ്. അതുകൊണ്ട് അവർക്ക് എത്രത്തോളം വചനത്തിൽ അറിവുണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് കൃത്യമായി ദൈവകൃപയാൽ ബോധ്യമുണ്ട്. എന്നിട്ട് തന്നെയാണ് ഈ സംസാരിക്കുന്നത്. അപ്പൊ വിശ്വാസി മണ്ടന്മാരല്ലെന്ന് പറഞ്ഞാൽ ഞാൻ മണ്ടനാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. വിശ്വാസികൾ പുറത്തു നിന്നവർ യൂട്യൂബുകളിൽ നിന്നോ മറ്റു തരം സോഴ്സുകളിൽ നിന്നോ ദൈവവചനം ഭംഗിയായി പഠിക്കുന്ന ഒരുപാട് വിശ്വാസികളുണ്ട്. അവരെന്തിന് TPM-ൽ നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ TPM-ന്റെ സിസ്റ്റം വളരെ നല്ലതാണ്. TPM-ന്റെ ആ സെറ്റപ്പ് വളരെ നല്ലതാണ്. ഒരാൾക്ക് ആത്മീകമായി വളരാൻ പറ്റിയ സാഹചര്യമൊന്നും അതിനകത്തില്ല. വളർന്ന ഒരാൾക്ക് നിൽക്കാൻ പറ്റിയ സാഹചര്യം അതിനകത്തുണ്ട്. മറ്റു സ്ഥലങ്ങളിൽ സാമ്പത്തികമായി തിരിമറി നടത്തുന്നവരുണ്ട്, പിരിവുകൾ നടത്തിയ ആൾക്കാരെ പ്രയാസപ്പെടുത്താറുണ്ട്. പിന്നെ ഒരുപാട് എലക്ഷൻ ഉണ്ട്, വോട്ട് പിടിയുണ്ട്, ഒരുപാട് പരുവക്കേടുകളുണ്ട് എന്നുള്ളത് അംഗീകരിച്ചേ മതിയാകൂ. അത്തരത്തിലുള്ള പരുവക്കേടുകളൊന്നും TPM-ൽ ഇല്ല എന്നുള്ളത് ഒരു സാധാരണ വിശ്വാസിക്ക് അതില് ഗുണം നൽകുന്നു എന്നതുകൊണ്ട് TPM-ൽ നിൽക്കുകയും പുറത്തുപോയി വചനം പഠിച്ച് നിശ്ചയം പ്രാപിക്കുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ ഈ കാലഘട്ടത്തിലോട്ട് വരുമ്പോൾ, ജനറേഷൻ മാറി വരുമ്പോൾ, തിരുവനന്തപുരം ചർച്ചിൽ തന്നെ 3-ാം തലമുറയ്ക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ആദ്യത്തെ തലമുറയൊക്കെ TPM-ലെ നെടുന്തൂണുകളാണ്. രണ്ടാമത്തെ ജനറേഷനൊക്കെ മദ്യപാനവും പരിപാടികളുമായി പോയവരെ എനിക്കറിയാം. 3-ാമത്തെ തലമുറ വരുമ്പോൾ ഈ ദൈവസഭയിലേ ഇല്ല, ന്യൂ ജനറേഷൻ ചർച്ചകളിൽ പോകുന്നവര് എനിക്കറിയാം. അടുത്ത തലമുറയിലേക്ക് എത്തുമ്പോൾ അവർ ഇസ്ലാമിലേക്കോ കാത്തലിക്കിലേക്കോ വിവാഹങ്ങൾക്ക് വേണ്ടിയോ മറ്റു തരം ആവശ്യങ്ങൾക്ക് വേണ്ടിയോ പോകും. കാരണം അവർക്ക് കർത്താവിനെ പരിചയമില്ല എന്നതാണ് അതിന്റെ കാരണം. ഇതിനെ വലിയ കേമത്തരമായിട്ടൊന്നും നമ്മൾ കണക്കാക്കണ്ട. എന്തുകൊണ്ട് കുട്ടികൾ അങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചാൽ ആ കുട്ടികൾക്ക് കൃത്യമായ വചനം ലഭിക്കാത്തത് കൊണ്ട് തന്നെയാണ്. ആ വസ്തുതകൾ നമ്മൾ തിരിച്ചറിയണം. ഈ വചനം നിങ്ങൾ എവിടെ നിന്ന് കൊടുക്കും? തിരുവെഴുത്ത് പഠിച്ചല്ലേ പറ്റത്തുള്ളൂ. ഓരോ പുസ്തകത്തിന്റെയും കോണ്ടെക്സ്റ്റ് എങ്കിലും പഠിക്കണ്ടേ? അവകൾ എഴുതപ്പെട്ട ആ ഭാഷകൾ പഠിക്കണ്ടേ? അത്യാവശ്യം കാര്യങ്ങൾ പഠിക്കാതെ എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പഠിച്ചതിനെ ആഴത്തിൽ മനസ്സിലാക്കാൻ കഴിയുക? എഞ്ചിനീയറിംഗിന്റെ ഒരു പുസ്തകം കൊണ്ട് എന്റെ തന്നാൽ, മെഡിസിന്റെ ഒരു പുസ്തകം കൊണ്ട് എന്റെ തന്നാൽ എനിക്ക് വായിച്ച് പഠിച്ച് ഒരു ഡോക്ടറോ എഞ്ചിനീയറോ ആകാൻ കഴിയോ? ഇല്ലല്ലോ. അത് കൃത്യമായി പഠിച്ചവൻ തന്നെ പഠിപ്പിക്കണ്ടേ? അപ്പോൾ അതിന്റെ കുറവ് ഒരു കുറവ് തന്നെയാണ്. അതിനെ ആരും പറഞ്ഞടയ്ക്കാൻ ശ്രമിക്കേണ്ട, നടക്കുന്ന കാര്യമല്ല. വരുന്ന എല്ലാരെയും മാലയും അഴിപ്പിച്ച്, എല്ലാരെയും വെള്ളയും ഇടിപ്പിച്ച്, അവരുടെ കൂടെ പാട്ടും പാടി കൈയടിപ്പിച്ച് ചോറും കഴിച്ചു പോയാൽ സ്വർഗരാജ്യത്തിൽ ചെന്നെത്താൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഒരു കാരണവശാലും കഴിയില്ല എന്നാണ് തിരുവെഴുത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഞാൻ ബാക്കി വിഷയങ്ങൾ വരും ദിവസങ്ങളിൽ സംസാരിക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ദൈവമില്ലാത്ത അല്ലെങ്കിൽ ആന്റി ക്രിസ്ത്യൻ ആയി നിൽക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇസ്ലാം പരിചയപ്പെടുത്തുന്ന ഈസാ നബി ക്രിസ്തുവുമായി യാതൊരു ബന്ധവുമില്ലാത്തൊരു കഥാപാത്രമാണ്. ഇസ്ലാം എന്ന മതത്തിന്റെ വരവ് തന്നെ യേശുക്രിസ്തുവിനോടുള്ള നിത്യജീവൻ പ്രാപിക്കാതെ വണ്ണം ജനത്തെ ക്രിസ്തുവിൽ നിന്ന് അകറ്റിക്കളയുക എന്നുള്ളതാണ്. അതിന് തത്തുല്യമായി ക്രിസ്തുവിന്റെ പരിവേഷം കൂടി എടുത്തുകൊണ്ട് ഞങ്ങൾ ക്രൈസ്തവരാണെന്ന് പറഞ്ഞ് മുമ്പിലേക്ക് വന്നിരിക്കുന്ന ഒരു മതമാണ് റോമൻ കാത്തലിക് എന്ന് പറയുന്നത്. അവരുടെ ഉള്ളിലും തിരുവെഴുത്തോ കർത്താവായ യേശുക്രിസ്തുവോ ലഭ്യമല്ല. പെന്തക്കോസ്തുകാരുടെ ഇടയിൽ, ഒറിജിനൽ സഭയുടെ ഇടയിൽ നിൽക്കുന്ന ഒരു പ്രസ്ഥാനം മാത്രമാണ് TPM എന്ന് പറയുന്നത്. ആ TPM-ൽ അവർ അനുസരിച്ചു വരുന്ന, അനുവർത്തിച്ചു വരുന്ന സെലിബസിക്കൊന്നും വിശുദ്ധ വേദപുസ്തകത്തിൽ കൃത്യമായ അടിസ്ഥാനങ്ങളില്ല എന്ന വസ്തുത നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കണം. തീമത്യോസിന്റെ 2 ലേഖനങ്ങളും തീത്തോസും ഉപദേശിമാർക്ക് എഴുതുന്നതാണ്. അതിൽ ശ്രദ്ധിക്കുക, തീമത്യോസിന്റെ 1-ാം ലേഖനം 4-ാം അധ്യായം. എന്നാൽ ഭാവി കാലത്ത് ചിലർ
വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഭോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കും എന്ന് ആത്മാവ് തെളിവായി പറയുന്നു. അവർ സ്വന്തം മനസാക്ഷിയിൽ ചൂടുവെച്ചവരായി വിവാഹം വിലക്കുകയും, കണ്ടോ, സ്വന്തം മനസാക്ഷിയിൽ ചൂടുവെച്ചവരായി വിവാഹം കഴിക്കേണ്ട എന്ന് പറയുക. കഴിക്കേണ്ടാത്തവർ കഴിക്കണ്ട, പക്ഷെ കഴിക്കേണ്ടവനെയും കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇതിന്റെ ശുശ്രൂഷകനായിട്ടിരിക്കുന്നത് കഴിക്കാതിരുന്നാലേ പറ്റത്തുള്ളൂ എന്നും അത് വലിയ സംഭവമാണ് നമ്മൾ ചെയ്യുന്നത് എന്നുമൊക്കെ പറഞ്ഞാൽ അവകൾ വിശ്വസിക്കുക എന്നുള്ളത് കണ്ണടച്ചിരുട്ടാക്കുന്ന ഒരുത്തനെ കൊണ്ടേ കഴിയൂ, അല്ലാതെ അത് സാധ്യമല്ല. വിവാഹം വിലക്കുകയും സത്യത്തെ ഗ്രഹിച്ചിരിക്കുന്ന വിശ്വാസികൾ സ്തോത്രത്തോടെ അനുഭവിപ്പാൻ ദൈവം സൃഷ്ടിച്ച ഭോജ്യങ്ങളെ വർജിക്കണം എന്ന് കൽപ്പിക്കുകയും ചെയ്യുന്നു. കണ്ടോ, വളരെ കൃത്യമായി വിവാഹമടക്കമുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നത് തെറ്റാണ് എന്ന കാര്യത്തിൽ പൗലോസ് വളരെ കൃത്യമായ പരാമർശം അവിടെ നൽകുകയാണ്. ഇനി അതിന്റെ 3-ാം അധ്യായത്തിലേക്ക് വന്നാൽ, ഒരുവൻ അധ്യക്ഷ സ്ഥാനം ആഗ്രഹിക്കുന്നുവെങ്കിൽ നല്ല വേല ആഗ്രഹിക്കുന്നു എന്നുള്ളത് വിശ്വാസയോഗ്യമാകുന്നു. എന്നാൽ അധ്യക്ഷൻ നിരപവാദ്യനായി ഏകഭാര്യയുടെ ഭർത്താവും, കണ്ടോ, ഏകഭാര്യയുടെ ഭർത്താവ് എന്ന് അവിടെ കൃത്യമായി പറയുക. അടുത്തു പറയാ, നിർമ്മതനും ജിതേന്ദ്രിയനും സുശീലനും അതിഥിപ്രിയനും ഉപദേശിപ്പാൻ സമർത്ഥനുമായിരിക്കണം. മദ്യപ്രിയനും തല്ലുകാരനും അരുത്. ശാന്തനും കലഹിക്കാത്തവനും ദ്രവ്യാഗ്രഹമില്ലാത്തവനും സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനും മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ അനുസരണത്തിൽ പാലിക്കുന്നവനുമായിരിക്കണം. ഇവകൾ വളരെ ഗൗരവമുള്ള കാര്യമാണ്. സ്വന്തം കുടുംബത്തെ ഭരിക്കാൻ അറിയാത്തവൻ ദൈവസഭയെ എങ്ങനെ പരിപാലിക്കും? വളരെ കൃത്യമായി ദൈവസഭയെ പരിപാലിക്കാൻ ഒരാൾക്ക് വേണ്ട അത്യാവശ്യം യോഗ്യതകളെ കുറിച്ച് തീമത്യോസിന് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പരാമർശിക്കുന്നുണ്ട്. ഒരു കുടുംബത്തെ നടത്താൻ കഴിയാത്തയാൾ ഒരു സഭയെ എങ്ങനെ നടത്തും? പിള്ളേരെ നേരെ ചൊവ്വേ കൃപയിൽ നടത്താത്ത ഒരാൾ ഒരു സഭയെ എങ്ങനെ നടത്തും? ഈ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങളുണ്ട്. ഞാൻ കുറച്ച് ചെടികൾ മേടിച്ച് എന്റെ വീട്ടിൽ വെച്ചിട്ടുണ്ട്, കുറച്ച് പക്ഷികളെ മേടിച്ചിട്ടിട്ടുണ്ട്, കുറച്ച് മീൻ മേടിച്ചിട്ടിട്ടുണ്ട്. ഇതൊക്കെ രസത്തിന് വേണ്ടി മേടിച്ചിട്ടിരിക്കുന്നതാണ്. അപ്പോ ഇവകളെ ചില സമയത്ത് എനിക്ക് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നില്ല. എന്ന് പറഞ്ഞാൽ ചെടിക്ക് കൃത്യം വെള്ളം ഒഴിക്കാതെ പോയാൽ, വളം കൊടുക്കാതെ പോയാൽ അത് അതിന്റെ ആ ഗുണം നഷ്ടപ്പെടും. കിളിക്ക് കൃത്യസമയത്ത് ഫുഡ് കൊടുക്കാതെ വന്നാൽ അത് പ്രയാസപ്പെടും. അതിന് മുട്ടയിടേണ്ടതിന് കൃത്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അതിന്റെ കൂടെ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യണം. ഒരുപാട് കാര്യങ്ങൾ അത് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ ഫിഷിന്റെ കാര്യം, ഇവകളെല്ലാം കൃത്യമായി മെയിൻ്റനൻസ് ചെയ്യണം. അപ്പൊ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്, ഇവകളെ കൃത്യമായി മെയിൻ്റനൻസ് ചെയ്യാൻ എനിക്ക് കഴിയുന്നില്ലെങ്കിൽ എങ്ങനെ എനിക്കൊരു ദൈവസഭയെ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും? 4-5 പക്ഷികളെ അല്ലെങ്കിൽ കുറച്ച് ചെടികളെ എനിക്ക് പരിപാലിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, അതിനുള്ള ഒരു ക്യാപ്പബിലിറ്റി എനിക്കില്ലെങ്കിൽ എങ്ങനെ കുറെ ആടിനെ ഞാൻ പരിപാലിക്കും? എങ്ങനെ ഒരു സഭയെ ഞാൻ പരിപാലിക്കും? അപ്പൊ അതിന്റെ ഒരു ചെറിയ ഫോമാണ് പൗലോസിന്റെ ചോദ്യം. ഒരു കുടുംബത്തെ നടത്താത്തൊരുത്തൻ എങ്ങനെ ഒരു ദൈവസഭയെ പരിപാലിക്കും? ഇത് ഗൗരവമുള്ള ചോദ്യമാണ്. അപ്പൊ ഇതൊന്നും വേണ്ടാതെ ഇറങ്ങി നടക്കുന്ന നമ്മൾ അപ്പോസ്തലന്മാരാണെന്ന് അവകാശപ്പെടുകയും യാതൊരു ഗുണവിശേഷവും ഇല്ലാതിരിക്കുകയും ചെയ്യുന്നത് ശുദ്ധ അസംബന്ധമാണ് എന്നാണ് എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്. അപ്പോസ്തലന്മാരായി തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട 2 പേർ പൗലോസും പത്രോസുമാണ്. അവരുടെ പ്രവർത്തികളെ കുറിച്ചാണ് അപ്പോസ്തല പ്രവർത്തികളിൽ പറയുന്നത്. ഇവരീ പറയുന്ന എല്ലാം വിട്ടിട്ട് നടക്കുന്ന ആരും ഈ അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ ചെയ്യുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇവർ അപ്പോസ്തലന്മാരെന്ന് പറയുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇതുപോലെ തന്നെയാണ് റോമൻ കത്തോലിക്കരും. അവര് പറയുന്നത് ഞങ്ങളാണ് പത്രോസിന്റെ പിൻഗാമികൾ. പത്രോസ് പറഞ്ഞ ഒരു വാക്യവും യവന്മാർ അനുസരിക്കുന്നില്ല, ഒരു വചനവും യവന്മാർ എടുക്കുന്നില്ല. യവന്മാര് പത്രോസിന്റെ പിൻഗാമികളാണെന്ന് പറയുമ്പോൾ പത്രോസിന്റെ ജീവിതവുമായോ ഉപദേശവുമായോ ഒരു ബന്ധവും ഇവർക്കില്ല. അതുകൊണ്ട് ഇവകൾ നമ്മൾ ശരിക്ക് കൃത്യമായി തിരിച്ചറിയണമെന്നാണ് എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കാനുള്ളത്. എന്നെ കേൾക്കുന്ന ദൈവമക്കൾ, നിങ്ങൾ തിരുവെഴുത്ത് വച്ച് ഈ പ്രസ്ഥാനങ്ങളെയും അവരുടെ ഉപദേശങ്ങളെയും വിലയിരുത്തി നല്ലതേതെന്ന് തിരിച്ചറിഞ്ഞ് മുറുകെ പിടിച്ച് നിത്യതയ്ക്കൊരുങ്ങുക. ഒരു സംഘടനയും ഈ ഭൂമിക്ക് മുകളിലേക്ക് പോവില്ല. തിരുവെഴുത്ത് മാത്രമേ അക്കരയ്ക്ക് നമ്മളെ കൊണ്ടെത്തിക്കൂ. അതുകൊണ്ട് വചനത്തിൽ ഉറച്ചു നിൽക്കുക. സംഘടനകൾ നല്ലത് നോക്കി ഏതിലെങ്കിലും കയറി നിൽക്കുന്നത്. നമ്മള് കുറെ ദൂരം യാത്ര ചെയ്യാൻ ചിലപ്പോൾ ബസ്സിൽ യാത്ര ചെയ്യും, കുറച്ചു ദൂരം കൂടുതൽ യാത്ര ചെയ്യാൻ ചിലപ്പോൾ നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യും, കുറച്ച് അധിക ദൂരം യാത്ര ചെയ്യാൻ ചിലപ്പോൾ നമ്മൾ ഫ്ലൈ ചെയ്യും. ഇതിൽ ഏത് വാഹനം തിരഞ്ഞെടുക്കണം എന്നുള്ളത് നിങ്ങളുടെ ബുദ്ധിക്കനുസരിച്ച് തിരഞ്ഞെടുത്ത് നിങ്ങൾ യാത്ര ചെയ്യുക. നമ്മുടെ വിഷയം
ഈ ഒരു വാഹനക്കാരുടെയും കമ്പനിയെ മെച്ചപ്പെടുത്തുക എന്നുള്ളതല്ല. ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ട് KSRTC മെച്ചപ്പെടുത്തുകയല്ല. ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ട് ഇന്ത്യൻ റെയിൽവേസിനെ ഗുണപ്പെടുത്തുക എന്നുള്ളതല്ല. ഇൻഡിഗോയിൽ യാത്ര ചെയ്തുകൊണ്ട് ഇൻഡിഗോ കമ്പനിക്കാരനെ മെച്ചപ്പെടുത്തുക എന്നുള്ളതുമല്ല. ഖത്തർ എയർവേസിൽ യാത്ര ചെയ്തുകൊണ്ട് അവരെ മെച്ചപ്പെടുത്തുക എന്നുള്ളതുമല്ല നമ്മുടെ ഉദ്ദേശം. നമ്മുടെ ഉദ്ദേശം നമുക്കെത്തേണ്ട സ്ഥാനത്തെത്തണം. ഏതിൽ യാത്ര ചെയ്യണം എന്നുള്ളത് സൗകര്യമനുസരിച്ച് തീരുമാനിക്കാം. സംഘടനകളല്ല നമ്മളെ നിത്യതയ്ക്ക് എത്തിക്കുന്നത്. സംഘടനകളും ഉപദേശങ്ങളും പരിശോധിച്ച് ഉറപ്പുവരുത്തി അവകളിൽ യാത്ര ചെയ്ത് നിത്യതയ്ക്ക് ഒരുങ്ങാം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.